ഹലോ ഗേസ്, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഇതിന്റെ പേരാണ് DOL അഥവാ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ. ഇത് പണ്ട് നമ്മള് മില്ലുകളിലൊക്കെ മോട്ടോറുകളിൽ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടറാണ്. 0 to 5 HP വരെയാണ് ഇത് യൂസ്ഫുൾ ആവുന്നത്. 0 to 5 HP മുതൽ 15 HP വരെ സ്റ്റാർ ഡെൽറ്റ മാനുവൽ ആണ്. 15 HP മുതൽ ഓട്ടോമാറ്റിക്കുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോ എന്തുകൊണ്ട് ഇത് കൺട്രോൾ പാനലിൽ ഇപ്പോ കൺട്രോൾ സിസ്റ്റത്തിലാണ് ഇത് വർക്ക് ആക്കുന്നത്. ഇത് എങ്ങനെ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ എങ്ങനെയാണ് ഇതിന്റെ വയറിങ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ലൈൻ 1, ലൈൻ 2, ലൈൻ 3 എന്ന 3 3 ഫേസ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു ന്യൂട്രലും തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഒരു ഫേസും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ലൈൻ 3, ലൈൻ 2, ലൈൻ 1 ഇതിൽ ഏതെങ്കിലും ഒരു ഫേസ് എടുത്ത് ഇതിൽ കൊടുത്താൽ മതി. ഈ നമുക്ക് ഇവിടെ ഇതിൽ നിന്നാണ് തുടങ്ങുന്നത്. 3 പോൾ ഐസൊലേറ്ററിനാണ് തുടങ്ങുന്നത്. 3 പോൾ ഐസൊലേറ്ററിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് RYB, ഇവിടെ ഗ്രീൻ ആണ് കാണിച്ചത്, നമുക്ക് RYB യിലാണ് പറയാറുള്ളത്. RYB കണക്ഷൻ 3 ഫേസ് ഇവിടെ കോണ്ടാക്ടറിന്റെ ഇൻപുട്ടിലോട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ ഇൻപുട്ടിലോട്ട് വന്ന കണക്ഷൻ പിന്നെ ഔട്ട്പുട്ട് കിട്ടുന്നത് OLR-ൽ നിന്നാണ്. അപ്പോ ശരിക്കും കോണ്ടാക്ടറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ T1, T2, T3 ആണ്. കോണ്ടാക്ടറിന്റെ ഔട്ട്പുട്ട് എടുത്ത് OLR ഇൻപുട്ടിലോട്ട് കണക്ഷൻ ചെയ്തിട്ടുണ്ട്. OLR-ന്റെ ഔട്ട്പുട്ട് എടുത്തിട്ടാണ് മോട്ടറിലോട്ട് പോയിരിക്കുന്നത്. അപ്പോ മോട്ടറിൽ എങ്ങനെയാണ് 3 ഫേസ് വരുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഇവിടെ കൊടുത്ത കണക്ഷൻ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഈ കോണ്ടാക്ടർ പിടിക്കണം. ഈ കോണ്ടാക്ട് പിടിക്കുമ്പോഴാണ് ഇവിടെ ഈ 3 ഇൻപുട്ട് ലൈന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അങ്ങനെ ഔട്ട്പുട്ട് കിട്ടിയ കണക്ഷൻ ഇവിടെ 3 ഫേസ് UPW എന്ന് പറയുന്ന 3 കണക്ഷൻസ് 6 കണക്ഷൻസ് ആക്കിയിട്ടുണ്ടാവും. എങ്ങനെയെന്ന് വെച്ചാൽ U1, P1, W1, U2, W2, U2, P2, W2 ഇങ്ങനെ 6 കണക്ഷൻസ് ഉണ്ടാവും. അതിനെ നമ്മൾ ഡെൽറ്റ രീതിയിൽ കണക്ഷൻസിന് എന്ത് ചെയ്യും, 3 എണ്ണത്തിന് ഷോർട്ട് ചെയ്യും. 3 എണ്ണത്തിന് ഷോർട്ട് ചെയ്തതിന് ശേഷം ബാക്കി 3 ലൈനിൽ 3 ഫേസ് കൊടുക്കും. അങ്ങനെയാണ് ഇവിടെ ഡെൽറ്റ കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കൊടുത്തതിന് ശേഷം ഈ 3 ഫേസ് ഇവിടെ ഔട്ട്പുട്ട് കിട്ടിയാൽ ഈ മോട്ടോർ കറങ്ങുന്നതാണ്. എങ്ങനെയാണ് മോട്ടോർ കറങ്ങുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഓൺ ബട്ടൺ വേണം, ഒരു ഓഫ് ബട്ടൺ വേണം. ഓഫ് ആയാലുള്ള ഒരു ഇൻഡിക്കേഷൻ വേണം, ഓൺ ആയാലുള്ള ഒരു ഇൻഡിക്കേഷൻ വേണം. ഒരു ഇത് ട്രിപ്പ് ആയാൽ, അതായത് ഓവർലോഡ് മോട്ടറിന് എന്തെങ്കിലും ഓവർലോഡ് വന്നാൽ ഈ ഓവർലോഡ് റിലേ ട്രിപ്പ് ആകും. അപ്പോ ഓവർലോഡ് റിലേ ട്രിപ്പ് ആയാൽ ഒരു യെല്ലോ ഇൻഡിക്കേഷനും അതും വരും. അങ്ങനെ നമുക്ക് ആദ്യം ഇവിടെ ന്യൂട്രൽ എങ്ങനെ കണക്ഷൻ കൊടുത്തിരിക്കും. കൺട്രോൾ സിസ്റ്റത്തിലേക്കുള്ള വയറിങ് വേറെയാണ്. പവർ വയറിങ്ങിന്റെ കഴിഞ്ഞു. പവർ വയറിങ്ങിന്റെ ഈ 3 വയറും 3 വയറിന്റെ ഔട്ടും മോട്ടറിലോട്ട് പോകുന്ന അത്രേ ഉള്ളൂ. കൺട്രോൾ സിസ്റ്റത്തിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ഫേസും ഒരു ന്യൂട്രലുമാണ്. ന്യൂട്രൽ എടുത്തിട്ട് എന്ത് ചെയ്തു, ഇൻഡിക്കേറ്ററിന്റെ എല്ലാ ഇൻഡിക്കേറ്ററിനും ഒരു കണക്ഷൻ കൊടുത്തു. പിന്നെ ഈ കോണ്ടാക്ടറിൽ ഒരു കോയിലുണ്ട്. ആ കോയിലിന് ന്യൂട്രൽ ആവശ്യമാണ്. അപ്പം കോയിലിന് A1-ലോട്ടും ഒരു ന്യൂട്രൽ വന്നു. അപ്പം ന്യൂട്രൽ വന്നു. ഇനി കോണ്ടാക്ട് പിടിക്കണമെങ്കിൽ A2-ലോട്ട് ഒരു ഫേസ് സപ്ലൈ വരണം. അത് എങ്ങനെയാണ് അവർ കൊടുത്തത് എന്ന് വെച്ചാൽ ഈ ഐസൊലേറ്ററിൽ നിന്ന്, അഥവാ 2 പോൾ MCB, അഥവാ ഏതായാലും ഒരു MCBയോ അല്ലെങ്കിൽ ഒരു ഇവിടെ കൊടുത്തിരിക്കുന്ന 2 പോൾ MCB ഐസൊലേറ്റർ ആവും. ഇവിടെ ഫേസ് ഐസൊലേറ്റർ ഓൺ ആക്കുമ്പോൾ അല്ലെങ്കിൽ MCB ഓൺ ആക്കുമ്പോൾ ഒരു ഫേസ് വന്ന് ഈ ഫേസ് പോകുന്നത്, ഫേസ് അല്ല ഇത് ന്യൂട്രലാണ്, ഫേസ് ഇതാണ്. ഫേസ് വന്ന് പോകുന്നത് OLR-ന്റെ 95-ലോട്ടും 95 എന്ന് പറഞ്ഞ ഇവിടെ ഒരു കണക്ഷൻസ് ഉണ്ട്. ഇവിടെ 97 എത്രയെന്ന് അറിയില്ല, അവിടേക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ കറക്റ്റ് പറഞ്ഞാൽ NC പോയിന്റിന്റെ ഒരു കണക്ഷനിലോട്ടും NO പോയിന്റിന്റെ ഒരു കണക്ഷനിലോട്ടുമാണ് ഇവിടെ ഫേസ് കൊടുത്തിരിക്കുന്നത്.
ഇവിടെ എൻ സിയുടെ ഔട്ട് 9665ന്റെ ഔട്ട് 96 ആയിരിക്കും. അപ്പൊ എൻ സി എന്ന് പറയുമ്പോൾ ഇവിടെ നോർമലി ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇങ്ങോട്ടുള്ള സപ്ലൈ ഇങ്ങോട്ട് കടന്നു പോയിട്ടുണ്ടാകും. അങ്ങനെ പോയ സപ്ലൈ ചെന്ന് കയറുന്നത് സ്റ്റോപ്പ് ബട്ടണിലേക്കാണ്. സ്റ്റോപ്പ് ബട്ടണും എൻ സി ആണ്, അതായത് നോർമലി ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇവിടെ കൊടുത്ത സപ്ലൈ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും. അതും ഇങ്ങനെ പോയി ഇതുവരെ ഒരു കട്ട് ഓഫ് വന്നിട്ടില്ല. ഇനി വരാൻ പോകുന്നത് ചെന്ന് എത്തുന്നത് സ്റ്റാർട്ട് ബട്ടണിലോട്ടാണ്. സ്റ്റാർട്ട് ബട്ടണിലോട്ട് എത്തുന്ന സമയത്ത് ഇത് NO ആണ് സ്റ്റാർട്ട് ബട്ടൺ. അതായത് പ്രസ് ചെയ്താൽ മാത്രമേ ഇത് NC ആവുകയുള്ളൂ. സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ NO ആണ് മാറുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ബട്ടണിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് നേരെ പോകുന്നത് A2യിലോട്ടാണ്. A2യിലോട്ട് പോകുമ്പോൾ ബാക്കിയുള്ള കണക്ഷൻ പറഞ്ഞുതരാം. A2യിലോട്ട് പോകുമ്പോൾ സ്റ്റാർട്ട് ബട്ടൺ എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും? കോയിലിലേക്ക് ഫേസ് എത്തും. ഫേസ് എത്തുന്ന സമയത്ത് കോണ്ടാക്ട് പിടിക്കും. പക്ഷെ നമ്മൾ കൈ എടുക്കുമ്പോൾ എന്ത് ചെയ്യും? കോണ്ടാക്ട് വിടുകയും ചെയ്യും. അപ്പം കൈ എടുക്കുമ്പോൾ കോണ്ടാക്ട് വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഹോൾഡിംഗ് എന്നൊരു പ്രവർത്തനം നടക്കുന്നത്. ആ ഹോൾഡിംഗ് എങ്ങനെ കൊടുത്തതെന്ന് വെച്ചാൽ ഇവിടുന്ന് 95 വഴി NC വഴി വരുന്ന ഫേസ് ഇവിടെ എവിടെയും കട്ട് ഓഫ് ഇല്ലല്ലോ. അതുകൊണ്ട് ഇവിടെ നിന്ന് ലൈവ് ലൈനിൽ ഒരു ഫേസ് എടുത്തിട്ട് NOയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് കോണ്ടാക്ടറിലുള്ള NO, അല്ലെങ്കിൽ ഇവിടെ ഒരു ഓക്സിലറി കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ഓക്സിലറി കോണ്ടാക്ടിന്റെ NOയിൽ കൊടുത്താലും മതി. വണ്ടിയിൽ ഓൾറെഡി NO ഉള്ളത് കൊണ്ട് ഇതിന്റെ NOയിൽ കൊടുത്തു, ഫേസ് കൊടുത്തു. ആ ഫേസ് ഔട്ട്പുട്ടിൽ നിന്ന് എടുത്താണ്ട് NOയുടെ ഔട്ട്പുട്ട് എടുത്താണ്ട് A1 A2യിലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ ബൈപ്പാസ് ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ബൈപ്പാസ് ചെയ്തു വെച്ചത് എന്തിനാന്ന് വെച്ചാൽ ഈ കോണ്ടാക്ട് പിടിക്കുന്ന സമയത്ത് ഇത് NC ആയി മാറും. ഈ NO NC ആയി മാറുന്ന സമയത്ത് പിടിക്കുന്ന സമയത്ത് NC ആയി മാറുകയും ഇതിലൂടെ സപ്ലൈ കയറി ഇവിടെ തന്നെ വന്ന് നിൽക്കുകയും ചെയ്യും. പിന്നെ ഈ സ്റ്റാർട്ട് ബട്ടൺ ഇട്ടാലും ഈ ഡയറക്റ്റ് ലൈൻ NCയിലൂടെ പാസ് ചെയ്ത് ഇവിടെ കോണ്ടാക്ടറിനെ പിടിച്ചു നിർത്തുകയും ചെയ്യും. അപ്പോൾ ഹോൾഡിംഗ് നടക്കുകയും ചെയ്യും. അങ്ങനെയാണ് സ്റ്റാർട്ട് ബട്ടൺ നിൽക്കുമ്പോൾ സ്റ്റാർട്ട് ബട്ടൺ അവിടെ പിടിച്ച് കോണ്ടാക്ടർ അവിടെ പിടിച്ചു നിൽക്കുന്നത്. ഇനി ഇതിൽ NCയിലോട്ട് ഒരു സപ്ലൈ ലൂപ്പ് ചെയ്തിട്ടുണ്ട്. NCയുടെ ഔട്ട്പുട്ട് ഇവിടെ മുകളിലാണ്, അത് ഇൻഡിക്കേറ്ററിന് ഇവിടെ ഇതാണ്. അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ സ്റ്റാർട്ട് ബട്ടണിൽ നിന്നൊരു സപ്ലൈ എടുത്ത് സ്റ്റാർട്ട് ബട്ടണിന്റെ ഇൻഡിക്കേഷൻ അതായത് ഗ്രീനിലോട്ട് പോയിട്ടുണ്ട്. ആ ഗ്രീന് കട്ട് ഓഫ് ആയി, ഗ്രീൻ അല്ല റെഡ് കട്ട് ഓഫ് ആയി ഗ്രീൻ കത്തണം. എങ്കിൽ ഓൺ ആകുന്ന സമയത്ത് എന്താകും? ഈ NC NO ആകും. അപ്പം റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ആകും. പിന്നീട് മറ്റെന്തെങ്കിലും ഇവിടെ ഒരു ലൂപ്പ് കൊടുത്തിട്ടുണ്ട്, ഫേസ് NOയിലൂടെ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ട്രിപ്പ് ഇൻഡിക്കേഷൻ ആണ് വേണ്ടിയിട്ടാണ് ഇവിടെ യെല്ലോ കളറിലൊരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഓവർലോഡ് വന്ന് ട്രിപ്പ് ആകുമ്പോൾ ഈ NO NC ആയി മാറുകയും ഈ NC NO ആയി മാറുകയും ചെയ്യും. അപ്പോൾ ഇവിടെ NC ആകുമ്പോൾ ഇതിലൂടെ സപ്ലൈ പാസ് ചെയ്ത് ഈ യെല്ലോ ഇൻഡിക്കേഷൻ കത്തുകയും ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ലൂപ്പ് NOയിൽ കൊടുത്തിട്ടത് ട്രിപ്പ് ഇൻഡിക്കേഷൻ കത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.